പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഗൾഫിൽ എവിടെയെങ്കിലും പ്രവാസി മലയാളികളിൽ പെട്ടവർ കുഴഞ്ഞു വീട് മരിച്ചു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ അടുത്ത് പറയും, ഇത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം നമ്മളോട് എല്ലാവരും ഇത് പറയുന്നത്, ഞങ്ങളാവട്ടെ ഇത് കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പാതിരാത്രി വൈകിട്ട് ഭക്ഷണം കഴിച്ചും വേണ്ടത്ര വ്യായാമം ഇല്ലാത്തവരും ഒരുപാട് ടെൻഷൻ ചുമന്നുകൊണ്ട് പോകുന്നവരും ജോലിസ്ഥലത്താണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും സമ്മർദ്ദങ്ങൾ പേറുന്നവരുമൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള അതുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള മരണങ്ങൾ ഒരുപാടുണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, മനുഷ്യൻ്റെ ജീവിത രീതിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പറയണമെന്ന്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതാ നോക്കൂ, കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാർത്ത തന്നെ നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചത്. 42 വയസ്സ് കഴിഞ്ഞ പാലക്കാട് തൃത്താല സ്വദേശിയായിട്ടുള്ള അൻവർ സാദിഖ്, അദ്ദേഹം ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിനൊരു അസ്വസ്ഥത തോന്നുകയും ഇടത് കൈയിലൊരു വേദന തോന്നിയപ്പോൾ കളിക്കളത്തിൽ നിന്നും മാറി കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന വെള്ളം കുടിക്കും. ഇദ്ദേഹം ലെമൺ സോഡ കുടിച്ചു. എന്നിട്ട് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വാഹനം പാർക്ക് ചെയ്തതിനടുത്ത് പോയിട്ട് കാർ എടുക്കുന്നു. എന്നിട്ട് അവിടെ വീണ്ടും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും കാറിനകത്ത് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഇത് കണ്ട് കൂടെ നിന്ന എല്ലാവരും ചേർന്ന് ആംബുലൻസ് വിളിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരണമടയുകയും ചെയ്തു എന്ന അറിയിപ്പാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യം സംരക്ഷിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഷാർജയിൽ ഒരു കമ്പനിയിൽ പ്രൊക്യൂർമെൻറ്റ് മാനേജറായിരുന്നു. എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന വ്യക്തിത്വം, ആരെ കണ്ടാലും ആർക്കും ആകർഷണീയത തോന്നുന്ന ഒരാളാണ് ഈ മരണമടഞ്ഞിരിക്കുന്ന അൻവർ. അദ്ദേഹം അജ്മാനിലാണ് താമസിച്ചിരുന്നത്. 2 മക്കൾ, ഭാര്യ, ഇവിടെ സ്കൂളിൽ പോകുന്ന മക്കളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരാഴ്ചയായില്ലല്ലോ ഒരു കർണാടക സ്വദേശി ദുബായിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കവേ ഇതുപോലെ രാവിലെ 6 അടിച്ചതാണ്. 38 വയസ്സേ ഉള്ളൂ. കുഴഞ്ഞു വീണിട്ട് തത്സമയം മരണമടഞ്ഞു എന്നുള്ള വാർത്ത അറിയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അതീവ ജാഗ്രത, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പരിശോധന, കൃത്യമായിട്ട് ഓരോ ഇടവേളകൾ വെച്ചുള്ള പരിശോധന, ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു പ്രശ്നത്തിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ, അടുത്ത പ്രശ്നം വന്ന് നമ്മളെ മൂടുമ്പോൾ നമുക്ക് ഈ പരിശോധനയ്ക്കൊന്നും പ്രയോറിറ്റി ഉണ്ടാവില്ല. ഇത് പറയുന്ന ഞങ്ങൾ, ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് ഈ ആരോഗ്യ സംരക്ഷണ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ പരിശോധനാ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പുതിയ രീതിയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത വയ്ക്കണമെന്ന് വിനയത്തോടുകൂടി വീണ്ടും ഞങ്ങളോടും നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങ് യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡിൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലിതാ ചതുർഭുജ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. പറഞ്ഞതുപോലെ വിചാരിച്ചതുപോലെ അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ, മധ്യസ്ഥരായി പാകിസ്ഥാൻ്റെയും ഖത്തറിൻ്റെയും പ്രതിനിധികൾ. ഞങ്ങൾ ഈ നൈറ്റ് അപ്ഡേറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇവരൊക്കെ സ്വിറ്റ്സർലൻഡിലെ ആ പ്രധാനപ്പെട്ട സമ്മേളന വേദിയിൽ വന്ന് ആ ഹാളിൽ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഓരോരുത്തർക്കും പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി ഇറാൻ്റെ പ്രതിനിധികൾ ആ സമയത്ത് ആ ഹാളിലേക്ക് വന്നില്ല. അവർ ചർച്ചയിൽ വിശ്വസിക്കുന്നു, പിന്നീട് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം, അന്തിമ കരാർ എന്ന ലക്ഷ്യത്തിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്ന് പിന്നീട് ഇറാൻ്റെ പ്രതിനിധികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തമാശ കൂടി ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇന്ത്യക്കാരോടും പാകിസ്ഥാൻ സ്വദേശികളോടുമാണെന്നാണ്. എന്നിട്ട് അദ്ദേഹം ചിരിച്ചിട്ട് പറയുന്നത്, ഇന്ത്യക്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്, ഉഷ ബാല. തെലുങ്ക് സംസാരിക്കുന്ന ഉഷ ബാല ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇന്ത്യൻ അമേരിക്കൻ വനിതയാണ് ഉഷ ബാല. പിന്നൊന്ന് പാകിസ്ഥാനിലെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള സംസാരം, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ ചീഫ് മാർഷലുമായിട്ടുള്ള സംസാരം, ഇതൊക്കെയാണ് JD വാൻസ് ഉദ്ദേശിച്ചത്. ഖത്തറിൻ്റെ പ്രധാനമന്ത്രി വളരെ നിർണായകമായ നീക്കങ്ങൾ, മധ്യസ്ഥ ശ്രമങ്ങൾ, ഈ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇടപെട്ടത്, രീതി, ഇതിനെക്കുറിച്ചൊക്കെ JD വാൻസും വളരെ നല്ല രീതിയിൽ പ്രശംസിച്ച് സംസാരിക്കുകയുണ്ടായി. ഏതായാലും ഒരു കാര്യം JD വാൻസ് പറഞ്ഞിരിക്കുന്നത്, നാളിതുവരെ കണ്ട മിഡിൽ ഈസ്റ്റിൻ്റെ സമവാക്യങ്ങളും ബന്ധങ്ങളും ആവില്ല ഇനി മുതൽ ഉണ്ടാവാൻ പോകുന്നത്. അടുത്ത 10 വർഷം മിഡിൽ ഈസ്റ്റിൽ ബന്ധങ്ങൾ ഒരു പുതിയ നല്ല രീതിയിലുള്ള ചേഞ്ചിലേക്ക് വരും. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ കണ്ടതല്ല ഇനി ഉണ്ടാകാൻ പോകുന്ന 10 വർഷം എന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത്. പ്രസിഡന്റ് ട്രംപ് അതിനൊക്കെ ഒത്താശ ചെയ്തുകൊണ്ട്, വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് സമാധാന പരിപാലനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് വൈസ് പ്രസിഡന്റായ JD വാൻസ് പറയുന്നത്. അപ്പോൾ കരടായി നിൽക്കുന്നൊരു വിഷയം ഇപ്പോഴും ഇസ്രയേൽ ലെബനോനിലേക്ക് ആക്രമണം നടത്തുന്നു.
കഴിഞ്ഞ ദിവസങ്ങളിലും ആക്രമണം നടത്തി, വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് വെച്ചു, എന്നിട്ട് ഉടനെ തന്നെ ആക്രമണവും നടത്തി, സമാധാന ശ്രമങ്ങൾ പാളിപ്പോയി, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ജെ.ഡി. വാൻസ് പ്രതികരിച്ചത് എങ്ങനെയാണ്? കഴിഞ്ഞ 3 മാസം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയല്ലല്ലോ പിന്നീട് വന്നത്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടതല്ലല്ലോ 3 ദിവസം മുമ്പ് കണ്ടത്. അതിനുശേഷം വന്നിരിക്കുന്ന മാറ്റവും നിങ്ങൾ കാണണം, ഇനിയും മാറും. സമാധാനം എന്നത് എളുപ്പപ്പണിയല്ല എന്ന് മനസ്സിലാക്കണമെന്നും ജെ.ഡി. വാൻസ് പറയുകയാണ്. ഏതായാലും തുറന്ന മനസ്സോടെ ഒരു അന്തിമ കരാറിൻ്റെ കടലാസും കയ്യിൽ പിടിച്ച് സ്വിറ്റ്സർലൻഡിൽ നിന്നും 4 കൂട്ടരും പോകും. അത് സമാധാനത്തിൻ്റെ ദിശയിലേക്ക് തന്നെയായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇതാ അടച്ചിട്ട മുറികളിൽ ചർച്ച ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. നമുക്കും നല്ലത് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ന് കപ്പലുകളൊന്നും തന്നെ പറഞ്ഞയച്ചിട്ടില്ല എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ചിലതൊക്കെ പോകുന്നുണ്ട് എന്ന് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നു. ഇന്നിപ്പോൾ ലെബനോണിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തകൾ ഇന്നവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് സദേൺ ലെബനോൺ ഭാഗത്തേക്ക് ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ്. ഏതായാലും അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷമുണ്ടെങ്കിൽ അത് തുടരട്ടെ, ചർച്ച വിചാരിച്ച രൂപത്തിൽ പര്യവസാനം പ്രാപിക്കട്ടെ, അങ്ങനെ ലോകം സമാധാനത്തിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, യുഎയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്റ്റോം സെൻറ്റർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം യുഎയുടെ കിഴക്കൻ ഭാഗത്ത് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജൂൺ 20 കഥ നോക്കുമ്പോൾ അലൈനിലെ സൊയ്ഹാനിൽ ഏതാണ്ട് 50 ഡിഗ്രി സെൽഷ്യസിനെ തൊട്ടില്ല എന്ന മട്ടിൽ ചൂട് അനുഭവപ്പെട്ടതാണ്. ഇന്നും നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു 3 ദിവസത്തേക്ക് ഇങ്ങനെ കാലാവസ്ഥയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്റ്റോം സെൻറ്റർ പറയുകയാണ്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.